നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഒസാസുനയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. 3 അസിസ്റ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഫെഡെ വാൽവർദേയും ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. ശേഷിച്ച ഗോളുകൾ കാർവഹൽ അതുപോലെ തന്നെ ബ്രാഹിം ഡയസ് എന്നിവരാണ് റയലിന് വേണ്ടി നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ 44-ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു. അനാവശ്യമായ ഒരു യെല്ലോ കാർഡ് തന്നെയാണ് താരം വഴങ്ങിയിട്ടുള്ളത്. കാരണം റഫറിയെ പരിഹസിച്ചതിനാണ് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചത്. ഇക്കാര്യത്തിൽ വിനീഷ്യസിന് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ തന്റെ പ്രഷറിനെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ നിർണായക താരമാണ് വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാരണം ഒരു അസാധാരണമായ മത്സരമാണ് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഓഫ് ദി ബോൾ മൂവ്മെന്റുകൾ മികച്ചതായിരുന്നു. ഇത്തരം മത്സരങ്ങളിൽ അദ്ദേഹം എപ്പോഴും മികച്ച പ്രകടനം നടത്താറുണ്ട്. പക്ഷേ അദ്ദേഹം തന്റെ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. തന്റെ പരിതസ്ഥിതി മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കണം. ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ യെല്ലോ കാർഡ് വഴങ്ങിയതോടുകൂടി ലാലിഗയിൽ ആകെ 5 യെല്ലോ കാർഡുകൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഇനി അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷനാണ്, കളിക്കാൻ സാധിക്കില്ല. അത്ലറ്റിക് ക്ലബിനെതിരെയാണ് റയൽ മാഡ്രിഡ് ഇനി ലീഗിൽ അടുത്ത മത്സരം കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.